പക്ഷെ ഞാൻ എന്റെ ഓർമ്മ വെച്ച കാലം തൊട്ടിട്ട് എന്റെ വായിൽ അണിഞ്ഞ കർത്താവിനെ വിളിയില്ല. അതെന്താന്ന് എനിക്ക് അറിഞ്ഞൂടാ. എന്നിട്ട് പണ്ടൊക്കെ എന്റെ അമ്മ ഇങ്ങനെ ചുണ്ടിനും ഞെട്ടിയും കർത്താവിനെ വിളിക്കുന്നേക്കും. അപ്പൊ ഇവിടുന്ന് കിട്ടിയതാണുള്ളത് തന്നെ എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ. ആദ്യമൊക്കെ കുരിശു വിട്ടിട്ട് നടത്തിയായിരുന്നു. എനിക്ക് കണ്ണൻ എന്നുള്ള പേര് ഞാൻ ജീവിതത്തിൽ ഏറ്റവും വെറുത്തൊരു പേരാണ്. എനിക്ക് ഇഷ്ടമല്ലായിരുന്നു. ഇഷ്ടപ്പെടാതിരിക്കാൻ കാരണം എന്ന് വെച്ചാൽ എന്റെ കുഞ്ഞിലെ ഒരു 4-5 വയസ്സ് തൊട്ടേ എന്റെ വീട്ടുകാർ എന്നെ കണ്ണാന്ന് വിളിക്കായിരുന്നു. കേരളത്തിന്റെ ബാലാമണിക്ക് ഇപ്പം പ്രണയം യേശുക്രിസ്തുവോടാണെന്ന് തോന്നുന്നു. മുമ്പ് പറഞ്ഞത് പണ്ട് എന്നെ വീട്ടിൽ നിന്ന് കണ്ണാന്ന് വിളിക്കുന്നത് കൊണ്ട് എനിക്ക് കണ്ണാന്നുള്ള പേര് ഭയങ്കര ഇഷ്ടമില്ലായിരുന്നു. അവളെ സംസാര ശേഷി നിങ്ങൾ അവളൊരു ബോഡി ലാംഗ്വേജ് കൊണ്ട് മനസ്സിലാവും ഉഡായിപ്പിന്റെ ഉസ്താദാന്നുള്ളത്. കാരണം ക്യാമറക്ക് മുമ്പിൽ സംസാരിക്കുമ്പോൾ ആ സംസാര രീതിയാണ് മനസ്സിലാവും. എന്നെ ചെറുപ്പത്തിൽ കണ്ണാന്ന് വിളിക്കണം തീരെ ഇഷ്ടമില്ലാത്ത പേരായിരുന്നു കണ്ണാൻ. അവർ ചിരിച്ചോണ്ട് ഒലിപ്പിച്ചോണ്ടുള്ള സംസാരം. ക്യാമറ ഓഫ് ആക്കി കഴിഞ്ഞാൽ സംസാര ശൈലി ഇതായിരിക്കില്ല. കാരണം ആൾക്ക് മുമ്പിൽ എങ്ങനെ പ്രസന്റ് ചെയ്യണം, എങ്ങനെ ആൾക്കാരെ കൈകടക്കണം എന്ന് നന്നായിട്ട് പഠിച്ചിട്ടുണ്ട് ഇവള്. ഇപ്പൊ യേശുക്രിസ്തുവിന്റെ അടുത്തായി എന്താ പറഞ്ഞു പണ്ട് കുരിശുവിട്ട് നടക്കാറുണ്ടായിരുന്നു. ഇതൊക്കെ ആരാണ് വിശ്വസിക്കുന്നൊക്കെ മനസ്സിലായത്? ഈ ഒരു കാലവ് പറയുന്നതിന്റെ ലോജിക്ക് വേണ്ടേ? വീട്ടിൽ നിന്ന് പണ്ട് ഞാൻ കുരിശ് വെച്ച് നടക്കാറുണ്ടായിരുന്നു. ഞാൻ പെട്ടെന്ന് എന്തൊക്കെ പറയുമ്പോൾ ഞാൻ കർത്താവിൽ നിൽക്കാറുണ്ടായിരുന്നു. അതെന്താ എങ്ങനെ വന്നതെന്ന് എനിക്ക് അറിയത്തില്ല. എങ്ങനെ വന്നത് അറിയത്തില്ല. എന്തുകൊണ്ടാന്ന് പറഞ്ഞത് കളാന്ന് പറ്റാവണിയാണ്. കുട്ടിക്കാലത്ത് വീട്ടിൽ നിന്ന് കണ്ണാന്ന് വിളിക്കാറുണ്ടായിരുന്നു. അതൊക്കെ പച്ച നോണിയാണ്. അത് ഈ ആൾക്കാർ ഈ സംഖ്യകളും ബിജെപിക്കാരൊക്കെ തിരിച്ചറിഞ്ഞു തുടങ്ങി. ഇവിടെ പൊങ്കാല തുടങ്ങിയ സമയത്താണ് ഇപ്പൊ ക്രിസ്ത്യാനികളെ ഭാഗത്തേക്ക് ചെറിയ ശ്രമിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് ഈ യേശുക്രിസ്തുവിന്റെ ഇതും കയറി വന്നത്, കുരിശൊക്കെ കയറി വന്നത്. എന്തൊക്കെയായിരുന്നല്ലേ, എന്തെല്ലാം നാടകമാണല്ലേ, എന്തൊക്കെയാ ഇവർക്ക് ചെയ്യുന്നത്? മുസ്ലിമായിട്ട് ജീവിച്ചിട്ട് മുസ്ലിം വേഷം കാണിച്ച് ജീവിക്കുകയും വേണം, അമ്പലത്തിൽ കയറണം, ക്രിസ്ത്യൻ പള്ളിയിലും പോകണം, എല്ലായിടത്തും മൂഞ്ചിച്ചിട്ട് ജീവിക്കാനുള്ള പരിപാടിയാ. ഒരു മുസ്ലിമായി ജീവിക്കുമ്പോൾ ഇസ്ലാം എന്ന് പറയുന്നത് വെറും ഒരു പേരിൽ അറിയപ്പെടേണ്ടതല്ല. ഒരു മനുഷ്യൻ മുസ്ലിമായിട്ട് ജീവിക്കുമ്പോൾ അവന്റെ ആരാധനയും അവന്റെ കർമ്മങ്ങളും ഒക്കെ ഇവിടെ നിർബന്ധമാണ്. ഇവള് ഹിന്ദു മഹാസഭ വേദി പോയിട്ട് പറഞ്ഞൊരു വർത്താനുണ്ട്, അതും കൂടി ഈ സമയത്ത് കേൾക്കേണ്ടതുണ്ട്. അതാണ് ഇപ്പൊ പ്രധാനമായിട്ട് കേൾപ്പിക്കാനുള്ളത്. കേട്ടോക്കിയാ, ഇന്ന് വരെ നേരം വരെ എന്നോടൊരു ഹിന്ദു ആളും എന്നെ വിളിച്ചിട്ടോ നേരെ കണ്ടിട്ടോ നീ ഹിന്ദുമതം സ്വീകരിക്കുന്ന എന്നോട് പറഞ്ഞിട്ടില്ല. എന്നും എനിക്ക് ഉപദേശം തരാൻ ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ, നീ നിന്റെ മതത്തിൽ നിന്നിട്ട് വരയ്ക്കണം, അതാണ് അതിന്റെ പൂർണ്ണത. പക്ഷെ ഒരുപാട് മുസ്ലിം സഹോദരന്മാർ എന്നെ വിളിച്ചു ചോദിക്കും, നിനക്ക് ഹിന്ദു ആയിക്കൂടെ, എന്തിനാണ് ഈ മതത്തിനെ പറയിപ്പിക്കാൻ ഇതിൽ നിൽക്കുന്നതെന്ന്. അപ്പം ആ ഒരു കാര്യം ഏട്ടൻ പറഞ്ഞത് വലിയൊരു സത്യം. ഒലിപ്പിച്ച് സംസാരിക്കുക. എന്നോട് കുറെ മുസ്ലിങ്ങൾ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് എന്നാ ഹിന്ദു മതം സ്വീകരിച്ചുകൂടെ. അതെ, മുസ്ലിങ്ങൾ പറയും. കാരണം നിന്റെ ഈ തട്ട ഇട്ടുകൊണ്ടും ഫർദ ഇട്ടുകൊണ്ടും കണ്ണനെ കുറിച്ചിട്ടുള്ള ഫോട്ടോയും ഗുരുവായൂർ അമ്പലത്തിന് മുമ്പിൽ നീ പോകുമ്പോൾ നീ തട്ട ഇട്ടിട്ട് മുസ്ലിം വേഷം ധരിച്ച് പോകുന്നതിന്റെ ഉദ്ദേശം മുസ്ലിങ്ങൾക്ക് മനസ്സിലാവും. കാരണം ഒരു മുസ്ലിമിന് അങ്ങനെ ചെയ്യാൻ കഴിയില്ല. ഒരു മുസ്ലിമിനും മുസ്ലിമായി ജീവിച്ചിരിക്കെ ഒരു അന്യമതസ്ഥന്റെ ആരാധനത്തിൽ പോയിട്ട് അവന്റെ ദൈവത്തെ ആരാധിക്കാനോ അവന്റെ ദൈവത്തെ നീ ചെയ്യുന്ന പോലെ ചെയ്യാനോ കഴിയത്തില്ല. അവന്റെ പേര് മുസ്ലിം അല്ല. ഇസ്ലാമിൽ അങ്ങനെ ഒരു ആരാധന ഇല്ല. മുസ്ലിം ആയിക്കൊണ്ട് അങ്ങനെ ചെയ്യാൻ കഴിയില്ല. ഏറ്റവും വലിയ തെറ്റാണ് ശിർക്ക് എന്ന് പറയുന്നത്. അള്ളാഹു അല്ലാത്ത മറ്റൊരു ബിംബത്തെ ആരാധിക്കുന്നത്. നീ കണ്ണനെ ആരാധിക്കുന്ന കൊടുത്ത പട്ടിയല്ലേ? അപ്പൊ നീ ഇങ്ങനെ മുസ്ലിം ആവും? നീ കണ്ണനെ ആരാധിക്കുന്നു പറയുന്നു. ഇസ്ലാമിൽ കണ്ണൻ ദൈവമല്ലല്ലോ, യേശുക്രിസ്തു ദൈവമല്ലല്ലോ, പിന്നെ നീ ഇങ്ങനെ മുസ്ലിം ആവാ. അതുകൊണ്ട് തന്നെയാണ് മുസ്ലിങ്ങൾ പറഞ്ഞത് നീ എന്ന ഹിന്ദു ആയിട്ട് ജീവിക്കും. പക്ഷെ അതിന് നിനക്ക് മാർക്കറ്റ് കിട്ടൂല. നിന്റെ ഈ തട്ടവും നിന്റെ ഈ മുസ്ലിം ഐഡന്റിറ്റിയാണ് നിന്റെ മാർക്കറ്റിംഗ്. അപ്പൊ ആ സമയത്ത് ഇവൾ പറഞ്ഞു എന്നോട് ഇന്ന് വരെ ഹിന്ദുക്കളായ ആൾക്കാർ ആരും അങ്ങനെ പറഞ്ഞിട്ടില്ല. ഒലിപ്പിച്ചോണ്ട് സംസാരിക്കും, ചിരിച്ചോണ്ട് ഇങ്ങനെ ഒലിപ്പിച്ചോണ്ട്. അത് പോയത് പറഞ്ഞതാ ഹിന്ദു മഹാസഭ വേദിയിൽ. ഇനി ഇതേ സംഘികളും ബി ജെ പിക്കാർ വിളിട്ട് പൊങ്കാലിടുക. കമന്റ് ബോക്സിൽ നിന്ന് കമന്റ് ചെയ്ത് ഇന്ന് അവരൊക്കെ പറയുന്നത് നീ ഹിന്ദു മതം സ്വീകരിക്കാണെങ്കിൽ എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? നിന്റെ നാടകം അവർക്ക് മനസ്സിലായി, നിന്റെ ഉടായ്പ് അവർക്ക് മനസ്സിലായി. നിന്നെ പോലെ കുറേ എണ്ണുണ്ട് കുട്ടികൾക്ക് പഠിച്ച് ജീവിക്കുന്ന ആൾക്കാർ. അതിലൊന്നാണ് അലി അക്ബർ. അയാൾ ഇസ്ലാം ഉപേക്ഷിച്ചെന്ന് പറഞ്ഞാൽ കാരണം എന്താണ്? ഇയാൾ പണ്ടേ ഇസ്ലാം ഉപേക്ഷിച്ചെന്ന് പറഞ്ഞ വ്യക്തിയാ. പിന്നെ അതൊക്കെ പണ്ടത്തെ യൂട്യൂബ് പ്രസംഗങ്ങളാ. പിന്നെ ഈ അടുത്ത കാലത്ത് പിന്നെ ഒരു വിഷയം വന്നപ്പോൾ ആ കാരണം കൊണ്ട് ഞാൻ ഇസ്ലാം ഉപേക്ഷിക്കുന്നു എന്നിട്ട് കുറെ കൈയ്യടി നേടിയിട്ട് ഇയാൾ പുഴ മുതൽ പുഴ എന്ന് പറഞ്ഞ സിനിമ എടുത്ത് അതിന് വേണ്ടി പിരിവ് നടത്തി. ഈ പിരിവ് നടത്തിയിട്ട് സിനിമ എടുത്തിട്ട് ഇയാൾക്ക് കിട്ടിയ വരുമാനം ഇയാൾ എങ്ങനെ യൂസ് ചെയ്തു? ഇയാൾ സ്വന്തം പോക്കറ്റ് ആക്കാൻ വേണ്ടിയിട്ടല്ല ഇയാൾ ഇവരൊക്കെ യൂസ് ചെയ്തത്. സിനിമ എടുത്തെന്തിനാ? ഇയാൾക്ക് പൈസ ഉണ്ടാക്കാൻ. ആ പൈസ ഇവരുടെ സംഘപ്രവർത്തനങ്ങൾക്കോ ബി ജെ പിയുടെ ഫണ്ടിലേക്ക് കൊടുക്കാനോ അല്ല. ഈ പൊട്ടന്മാരെ മൊത്തം പൈസയും കൊടുത്തു, ഇവരത് മുതലാക്കിയെടുത്ത്. അതുപോലെ തന്നെ ഇവളും. അപ്പൊ ഈ മുസ്ലിം പേരും വെച്ചുകൊണ്ട് ഹൈന്ദവരുടെ ക്ഷേത്രത്തിൽ പോയിട്ട് നീ കാണിക്കുന്ന തോന്നിവാസം ഉണ്ടല്ലോ, അത് ജനങ്ങൾക്ക് മുഴുവൻ മനസ്സിലായി. പ്രത്യേകിച്ച് ബി ജെ പിക്കാർക്ക് RSSർക്ക് അടക്കം മനസ്സിലായി. അവർക്ക് കൂടി മനസ്സിലായിട്ടുണ്ടെങ്കിൽ പിന്നെ പൂത്തന്റെ ചെവിയിൽ വേദൊരു കാര്യമില്ല. പട്ടിയുടെ വാല് 12 കൊല്ലം ഇതിട്ട് നേരെ പറഞ്ഞല്ലേ ചങ്കിയൊക്കെ നീ പൊട്ടത്തിയത് മനസ്സിലായി, നീ ഉടായ്പെന്ന് മനസ്സിലായി. ഇനി ആർക്കാ മനസ്സിലാകാനുള്ളത്? ഇനിയും മനസ്സിലാക്കാനുള്ളവരുണ്ടെങ്കിൽ അവരും മനസ്സിലാക്കുമ്പോൾ താമസിയാതെ. അതുകൊണ്ട് നിന്റെ ഈ ഉടായ്പ, നിന്റെ ഈ കൊഞ്ചിക്കൊഞ്ഞുള്ള സംസാരം, ഈ ഒലിപ്പിച്ചുകൊണ്ടുള്ള ബോഡി ലാംഗ്വേജ് കണ്ടാൽ തന്നെ മനസ്സിലാവും നിന്റെ ഉടായ്പ എന്താണെന്നുള്ളത്. അത് ഇനിയും തിരിച്ചറിയാത്ത പൊട്ടന്മാരുണ്ടെങ്കിൽ ആ പൊട്ടന്മാരെ പറ്റിച്ചിട്ടും മുമ്പിച്ചിട്ടും നീ ഇനിയും ജീവിക്ക്. അത്രയേ പറയുള്ളൂ.